ഉണ്ണി ഉറങ്ങിയിട്ടില്ല അല്ലേ? എന്റെ ഭർത്താവിനെ പരിചയപ്പെട്ടിട്ടില്ലല്ലോ? കേട്ട് കാണും. ശ്രീപ്രസാദ് കഥകളും നോവലുകളൊക്കെ വായിക്കാറില്ലേ? എനിക്ക് അക്കാഡമിയിൽ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, അതാ വരാൻ വയ്യത്. ഉണ്ണി വരുമെന്ന് പറഞ്ഞിരുന്നു. ഉണ്ണിയെപ്പറ്റി ഞാൻ ധാരാളം ശ്രീയേട്ടനോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഒരു ശവം പോലെ വിളറിയ മുഖവുമായി ഒരക്ഷരം മിണ്ടാതെ ഉണ്ണി ഇറങ്ങിപ്പോയി. കുസൃതിയോടെ കോർത്ത നൂലിഴകൾ അഴിയാ കുടുക്കായി മുറുകയാണെന്ന് ശാരദ ഭയപ്പെട്ടപ്പോഴും ഞാൻ പൊട്ടിച്ചിരിച്ചതേയുള്ളൂ. മനുഷ്യ മനസ്സിനെ കുറിച്ചുള്ള എന്റെ കണക്കുകൂട്ടലുകളിൽ എനിക്ക് അത്രയ്ക്ക് വിശ്വാസമായിരുന്നു കറിയാച്ച. താനൊന്നും പറഞ്ഞില്ലല്ലോ. എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ പ്ലസന്റ് സർപ്രൈസ്? ഞാൻ എന്തു പറയാനാ, പാവം ഉണ്ണി ശ്രീയേട്ടനെ കണ്ടതോടുകൂടി വല്ലാണ്ടായി. ഓർക്കാപ്പുറത്ത് ഒരു ഷോക്ക് ഏറ്റതുപോലെ തോന്നി. ദാറ്റ്സ് നാച്ചുറൽ. അങ്ങനെ തന്നെയാണല്ലോ തോന്നേണ്ടത്. നമുക്കിതൊക്കെ ഒരു തമാശയാ. ആ പാവത്തിന് എന്തൊക്കെയാ തോന്നിയിട്ടുണ്ടാവുക. ഒരക്ഷരം പോലും മിണ്ടാതെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയപ്പോ സത്യത്തിൽ വിഷമം തോന്നി. പിന്നെ താൻ എന്താ കരുതിയത്? എന്നെ കണ്ടോണ്ടേ ചിരിച്ചോണ്ട് ഹലോ എന്ന് പറയുമെന്നോ? ഒരു ഷോക്കായിട്ട് തന്നെയാണ് ആൾക്ക് തോന്നേണ്ടത്. എന്നാലും ഉണ്ണി ഇങ്ങനെ അപ്സെറ്റ് ആവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എടോ, ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടാണ് ആ കഥാപാത്രത്തിന്റെ വളർച്ചയുടെ ഏറ്റവും രസകരമായ ഭാഗം. താൻ കണ്ടോളൂ അയാളുടെ റിയാക്ഷൻസ്. 1-2 ദിവസത്തേക്ക് തന്നെ ഫേസ് ചെയ്യാൻ അയാൾക്കൊരു ചളിപ്പ് കാണും. മനസ്സിൽ കെട്ടിപ്പൊക്കിയത് അത്രയും അഠയത്തരമായിരുന്നു എന്നറിയുമ്പോഴുള്ള ആ ഒരു റിയാലിറ്റി ഉണ്ടല്ലോ, അതിനോട് പൊരുത്തപ്പെടാനുള്ള ഒരു സ്ട്രഗിൾ, അതിന്റെ അപ്സ് ആൻഡ് ഡൗൺസ്, ദാറ്റ്സ് ദി മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് പാർട്ട് ഓഫ് ഇറ്റ്. താൻ അയാളെ ഒന്ന് ക്ലോസ് ആയി ഫോളോ ചെയ്ത് നോക്കും. എനിക്ക് വയ്യ. കളിയും കാര്യവും തിരിച്ചറിയാതെ നിലവിട്ടിട്ടാ ശ്രീയേട്ടന്റെ പ്രവൃത്തി. ഇപ്പൊ തന്നെ വേണ്ടാത്ത കാര്യങ്ങളാ ചെയ്ത് ഒപ്പിച്ചിരിക്കുന്നത്. ഇനി ഈ കളി തുടരാനേ ഇല്ല. എന്തെല്ലാം പറഞ്ഞാലും ശരി, ഞാനില്ല. ഹലോ ശ്രീയേട്ടാ. എന്താ ലാസ്റ്റ് അവർ കട്ട് ചെയ്തോ? ശ്രീയേട്ടാ, ഉണ്ണി ഇന്ന് ഓഫീസിൽ വന്നില്ല. ഓ, അത്രേ ഉള്ളൂ. ഞാൻ വിചാരിച്ചു വേറെന്തോ സംഭവിച്ചു. ഉണ്ണി ഇന്ന് ആഫീസിൽ വന്നില്ല, അത്രയല്ലേ ഉള്ളൂ. എടോ, അയാൾ എങ്ങനെ ആഫീസിൽ വരാനിടയില്ല. ആ ചമ്മലൊന്ന് മാറി വരണ്ടേ? ശ്രീയേട്ടൻ ഇപ്പോഴും തമാശ. ഉണ്ണി ഇത് വളരെ കാര്യമായിട്ട് അടുത്തേക്കണമെന്ന് എന്റെ പേടി. ചേടാ, താൻ ആള് കൊള്ളാമല്ലോ. ഇത് പറയാൻ ഓഫീസിൽ നേരത്തെ ഓടിക്കൊന്നു. എപ്പോ നോക്കിയാലും ആ ഉണ്ണിയുടെ വിചാരവും അയാളെ കുറിച്ചുള്ള സംസാരം തന്നെ. ഇങ്ങോട്ട് നോക്കിയേ, നമുക്ക് സംസാരിക്കാൻ ഈ ലോകത്തിൽ എന്തെല്ലാം കാര്യങ്ങളുണ്ട്. സാഹിത്യത്തിന് നിലവാരത്തിന്റെ ഈ പോക്ക് ഇത് എങ്ങോട്ടാണ്? അല്ലെങ്കിൽ കഥയ്ക്കാണോ കവിതയ്ക്കാണോ ഇനി ഇവിടെ ഭാവി? അതും പോട്ടെ, ഞാൻ തനിക്കൊരു സാരി വാങ്ങിച്ചിട്ട് ഒരുപാട് നാളായി. ഇപ്പോഴാണ് റിഡക്ഷൻ സെയിൽസും. അഥവാ ഇനി വാങ്ങാൻ പോവാണെങ്കിൽ എത്ര രൂപയാവാം, ബഡ്ജറ്റ് എന്തായിരിക്കണം, കളറ്, ഡിസൈൻ വേണോ, പ്ലെയിൻ വേണോ, അങ്ങനെ എന്തെല്ലാം കാര്യങ്ങളുണ്ട് നമുക്ക് പറയാൻ. ഇനി താൻ പോയി നല്ലൊരു കാപ്പി ഇട്ടുണ്ടോന്നേ. ലുക്ക് ഹിയർ ശാരദ, ചെയർമാന്റെ പേഴ്സണൽ ലെറ്ററാണ്. കഴിഞ്ഞ വർഷത്തെ നമ്മുടെ ഡിവിഷന്റെ പെർഫോമൻസിനെ അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ട് കോംപ്ലിമെന്റ്സ് കൊടുക്കുന്ന കാര്യത്തിൽ ചെയർമാനുള്ള പിശുക്ക് പണ്ടേ പ്രസിദ്ധമാണല്ലോ. ഡോണ്ട് യു തിങ്ക് ദിസ് ഈസ് സംതിങ് വിച്ച് വി ക്യാൻ ബി പ്രൗഡ് ഓഫ്? അതെ സർ.
ആ ഇതൊന്ന് കാണിക്കാമെന്ന് കരുതി വിളിച്ചെന്നേ ഉള്ളൂ. ആ ബൈ ദ ബൈ, വേർ ഈസ് അവർ അച്ഛനുണ്ണി? 2 ദിവസമായി കാണുന്നില്ലല്ലോ. ലീവാണ്. ഓ, എത്ര ദിവസത്തേക്കാ? ഒരാഴ്ചത്തേക്ക്. ലീവ് ആപ്ലിക്കേഷൻ കിട്ടിയിരുന്നോ? ഇല്ല, വിളിച്ചു പറഞ്ഞിരുന്നു. പെട്ടെന്ന് എന്തെങ്കിലും അത്യാവശ്യം വന്നുകൊണ്ടാവും. ഇറ്റ്സ് ഓൾ റൈറ്റ് ഇഫ് യു ആർ കൺവിൻസ്ഡ്. ചോദിച്ചെന്നേ ഉള്ളൂ. ചേച്ചി ഒന്നുമില്ല, എന്തോ ഒരു എരിച്ചില് പോലെ. എരിച്ചില് മാത്രമേ ഉള്ളോ അതോ കുറേശ്ശെ ഛർദിലുണ്ടോ? അതൊന്നുമല്ല, എന്തോ കഴിച്ചത് പിടിക്കാഞ്ഞിട്ടാ. തുളസി ഉണ്ടോളൂ. മിസ്റ്റർ ഗോപി, ഒന്ന് നിൽക്കൂ. ഉണ്ണി എത്ര ദിവസത്തേക്കാ ലീവെന്ന് വല്ലതും പറഞ്ഞോ? ഇല്ല. മാനേജർ ചോദിച്ചിരുന്നു. ലീവ് അപ്ലിക്കേഷൻ ഒന്ന് കൊടുത്തേക്കാൻ പറയണം. പിന്നെ ലീവാണെങ്കിൽ തന്നെ ഒന്ന് വന്നിട്ട് പോകാനും. ഞാൻ പറയാം. താൻ വന്നോ? ദേ ഇത് കണ്ടോ, ഇന്നത്തെ മെയിലിൽ വന്നതാ. ഞാനിന്ന് ഡൽഹിയിൽ ശങ്കരനാരായണൻ എഴുതിയിരുന്നില്ലേ, അവൻ എംബസിയിൽ നിന്ന് സംഘടിപ്പിച്ച് അയച്ചു തന്നു. ദേ ഒറ്റ ഇരിപ്പിന് തീരാറായി. ഫാന്റാസ്റ്റിക് വർക്കാണ്. പിന്നീടോ ദേ വേറൊരു തമാശ. എന്റെ സ്മൃതിയില്ലേ, ആഗ്രയിൽ താജിന്റെ ബാക്ക്ഗ്രൗണ്ട് എഴുതിയ നോവല്, അതിലെ അശ്വതിയില്ലേ, അവളുടെ മോണോലോഗ്സിന്റെ അതേ ടോണിൽ വേണമെങ്കിൽ ഒരു പാരലൽ എന്ന് തന്നെ പറയാം, ഇതിലൊരു ക്യാരക്ടർ. റിയലി ഇറ്റ് ഇസ് എ സ്ട്രേഞ്ച് കോയിൻസിഡൻസ്. താനിതൊന്ന് വായിക്കണം. ഇറ്റ്സ് വർത്ത് റീഡിംഗ് ഇറ്റ്. ശ്രീയേട്ടാ, ഉണ്ണി ഇന്നും ഓഫീസിൽ വന്നില്ല. താൻ പിന്നെയും തുടങ്ങിയല്ലോ ഉണ്ണിയുടെ പിതാവ്. ഞാൻ കാര്യമായിട്ട് പറയാ, ലീവ് ലെറ്റർ കൂടി തന്നിട്ടില്ല. ഇന്ന് മാനേജർ വിളിച്ചു ചോദിച്ചപ്പോ ഫോണിൽ വിളിച്ച് പറഞ്ഞിരുന്നെന്ന് നുണ പറയേണ്ടി വന്നു. ഇതെന്ത് ഭാവിച്ചുള്ള തുടക്കമാണോ ആവും? താൻ ചെയ്തത് തെറ്റായിപ്പോയി. എന്തിനാ നുണ പറയാൻ പോയത്? ഓഫീസിൽ വരാതിരിക്കുമ്പോ ലീവ് ലെറ്റർ കൊടുക്കണമെന്ന് എന്താ ഉണ്ണിക്കറിയില്ല? ദാറ്റ് ഇസ് ഹിസ് റെസ്പോൺസിബിലിറ്റി. അതെ, ഈ ആവശ്യമില്ലാണ്ട് സ്വയം കൊണ്ടുപോയി പ്രതിസ്ഥാനത്ത് നിർത്തുന്നത് കൊണ്ടാ വേണ്ടാത്ത ഡിഫൻസ് ഒക്കെ ഏറ്റെടുക്കേണ്ടി വരുന്നു. നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല ശ്രീയേട്ട കാര്യങ്ങൾ. തേങ്ങാക്കുല. എടോ, ഒരു കാര്യം തമാശയായിട്ട് തുടങ്ങിയ ആദ്യ അവസാനം അത് അങ്ങനെ തന്നെ കാണും. അല്ലാണ്ട് ഇടയ്ക്ക് കയറി ഇല്ലാത്ത ഗൗരവം ഉണ്ടാക്കും. തനിക്ക് തെറ്റുപറ്റുന്നത് മുഴുവൻ അവിടെ. എന്റെ ഈശ്വര, ഞാനിത് എങ്ങനെയാ ശ്രീയേട്ടനെ പറഞ്ഞ് മനസ്സിലാക്കുക? എപ്പോ ഈ ഒരു കാര്യത്തെ പറ്റി പറഞ്ഞാലും നിസാര. ഞാൻ അനുഭവിക്കുന്ന എനിക്കല്ലേ അറിയൂ. ഇവിടെ അതെ, ഓഫീസിൽ ചെന്നാലും അതെ, എനിക്കൊരു സ്വസ്ഥതയില്ല. ശ്രീയേട്ടൻ ഇവിടെ ഇരുന്ന് ഓരോന്നും പറഞ്ഞതേ ഉള്ളൂ. ആ പാവത്തിനിട്ട് കളിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിച്ചെന്നത് ഞാന്. ഇവിടം വരെ കൊണ്ടെത്തിച്ചിട്ട് തമാശയാണെന്ന് കരുതി കൈ കഴുകി മാറാൻ മനസ്സ് സമ്മതിക്കണ്ടേ? ഞാൻ കിടന്ന് നീറുന്നത് ചേട്ടൻ അറിയുന്ന പോലെ ഇല്ലല്ലോ. എന്താണോ ഇത് കുട്ടികളെ പോലെ? തന്റെ മനസ്സ് ഞാൻ കാണാണ്ട് പിന്നെ കരയാതെ. ഉണ്ണിയുടെ കാര്യമില്ലേ, താൻ ധൈര്യമായിട്ട്. എനിക്ക് നല്ല വിശ്വാസം ഉണ്ടെന്നേ, എല്ലാം നേരെയാകും. കമാൺ കമാൺ, cheer up, cheer up.
ശാരദയുടെ മുന്നിൽ പതറാതെ നിന്നെങ്കിലും ഒറ്റയ്ക്കായപ്പോൾ ഞാൻ തളർന്നുപോയി. കാൽക്കീഴിൽ നിന്നും മണ്ണത്രയും ഒലിച്ചു പോകുമ്പോൾ പിടിച്ചു നിൽക്കാൻ എല്ലാ പഴുതുകളും ഞാൻ പരതി. ഞാൻ മനസ്സിലൂട്ടി വളർത്തിയ ഒരു കഥാപാത്രം എന്റെ കണക്കുകൂട്ടലുകൾ തെറ്റിക്കുമ്പോൾ സത്യത്തിൽ ഞാൻ എന്നോട് തന്നെ തോൽക്കാൻ തുടങ്ങുകയായിരുന്നു. ലീവിന്റെ കാര്യം ഞാൻ ഉണ്ണിയോട് ചോദിച്ചു. ഒന്നും മറുപടി പറഞ്ഞില്ല. അറ്റ്ലീസ്റ്റ് ഒന്ന് വന്നിട്ട് പോയിക്കൂടെ എന്ന് ആവതും ഞാൻ നിർബന്ധിച്ചു. ഒരക്ഷരം വേണ്ടിയില്ല. എന്ത് ചോദിച്ചാലും ഉത്തരവില്ലാതെ ഒരേ ഇരിപ്പ, പതിവില്ലാത്തൊരു ദേഷ്യവും. എനിക്കെന്തോ വല്ലാതെ തോന്നി. പിന്നെ ഞാനൊന്നും ചോദിച്ചില്ല.